അവളെ വിളിക്കുന്നേ മഹി. ഹലോ, എന്താ നിനക്കോട്ടെ? നീ എന്തിനാ കണ്ണനെ വിളിക്കുന്നേ? ചോദിച്ചില്ലേടി? നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താടി എന്റെ ശബ്ദം നിനക്ക് മനസ്സിലായില്ലേ? നിങ്ങളെപ്പോഴാ അവിടെ വന്നത്? ഓ, ഞങ്ങളെ ഇനി ഇവിടെ താമസിക്കാൻ പോവാ. ഇനി നീ ഇവിടെ അങ്ങോട്ട് കയറി വന്നാലുണ്ടല്ലോ, ഞങ്ങൾ നിന്റെ മുട്ടുകാരല്ലേ വിളിക്കും. എന്നെ തല്ലിയാലേ ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട്. എന്നാ ആ ആൾക്കാരെ ഇങ്ങോട്ട് പറഞ്ഞുവിട്. നായ്ക്കളെ പോലെ എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞിട്ടും കുടുംബത്തിനും ഞങ്ങളുടെ കണ്ണൻ മോനും പേരുദോഷം ഉണ്ടാക്കിയിട്ടും എന്നിട്ടും നീ ഇനി ഭീഷണിപ്പെടുത്തുന്നോടി. മാർക്കോയെ മുന്നിൽ നിർത്തിയിട്ട് നീ കൂടുതൽ ആളാവരുതേ. അതെ, ഇങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇനി എന്നെ വിളിക്കരുതെന്ന്. പിന്നെന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നേ? വിളിച്ചു പോയി, സോറി. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ഡേ, വിളിക്കരുത്. നിന്റെ വഞ്ചനയിൽ മനം നൊന്ത് കഴിയുന്ന കണ്ണൻമോൻ പറഞ്ഞാൽ പിന്നെ വിളിക്കരുത്. അതാണ് അന്തസ്. അതിന് നിനക്ക് ആ വാക്ക് കേൾക്കുന്നതേ അലർജിയാണല്ലോ. പ്രതാപൻ നിന്റെ രണ്ടാനച്ഛനും ഞാൻ അവന്റെ അമ്മയായി പോയല്ലോ. അതുകൊണ്ട് നീ ഉണ്ടാക്കിയ പേരുദോഷം ഉണ്ടല്ലോ, അത് ഞങ്ങളെയും ബാധിക്കൂടി. ഞാൻ ഒരു പേരുദോഷം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നീ ഞങ്ങൾക്കൊക്കെ പേരുണ്ടാക്കി തരുമായിരുന്നോടി. പറഞ്ഞതുപോലെ ശരിയാ, നീ നല്ല പേരാ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഒരൊന്നൊന്നര പേര്. ഡേ, നീ ചെവിയെ നുള്ളിക്കോ. നിന്റെ സ്ഥാനത്ത് നിന്നേക്കാളും സുന്ദരിയായ ഒരു പെണ്ണ് ഇവിടെ വരും. കണ്ണൻ മോനെ കൈ പിടിച്ച് നടത്താനായിട്ട്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. ഞാനുമായിട്ട് നിയമപരമായി ബന്ധം പിരിയാതെ കണ്ണേട്ടിന് വേറൊരു വിവാഹത്തെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. നിനക്ക് ഇത്തിരിയെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ, നീ പെണ്ണെന്ന് പറയുന്ന വർഗത്തിൽ പിറന്നവളാണെങ്കിൽ, കണ്ണൻ തന്ന സ്വത്തെല്ലാം തിരിച്ചെഴുതി കൊടുത്തിട്ട് മാന്യമായിട്ട് കണ്ണൻ മോൻ തരുന്ന നക്കാപ്പീച്ച വാങ്ങിച്ച് നീ കണ്ണൻ മോന്റെ ജീവിതത്തിൽ നിന്നേക്കുമായി പോടി. എന്നിട്ട് നീ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനോടൊപ്പം പോയി ജീവിക്കുക. എടി ഏതു നേരവും ദൈവത്തെ വിളിച്ചാൽ മാത്രം പോരടി. ദൈവത്തിന് നിരക്കുന്ന പ്രവർത്തികൾ ചെയ്യാൻ പഠിക്കണം. നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തിരിക്കും. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ അച്ഛനോടൊപ്പം തന്നെ ഞാൻ ജീവിക്കും. നാളെ നിങ്ങളൊക്കെ അറിയും ആരാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്ന്. എടി അവനെ ഞങ്ങളെന്തിനടി അറിയുന്നേ? എടി, നീ അവന്റെ കൂടെ പോയി ജീവിക്കടി. നീ കണ്ണൻ മോനെ വിട്ടുകള, അതാണ് ഞാൻ പറയുന്നത്. അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അറിയാലോ, സ്വന്തം മോൻ അവിടെ വീൽ ചെയറിൽ ഇരിക്കുന്ന ആളുടെ അച്ഛനോട് എന്താ ചെയ്തേന്ന്. കൂടുതൽ സംസാരിച്ചിട്ട് അതെന്നെ കൊണ്ട് പറയിക്കണ്ട കേട്ടോ. എന്താ പറയുന്നേ? എടാ പ്രതാപ, അവളിപ്പോ പണ്ടത്തെ പിന്നത്തേതാണെന്ന് പറഞ്ഞു നിൽക്കുക. അവൾക്ക് ഒരു മോശലും ഇല്ലടാ. തുനിഞ്ഞിറങ്ങിയോളല്ലേ, അപ്പൊ പിന്നെ അതില് വലിയ അത്ഭുതമൊന്നുമില്ല.